Next chapter is optics. To identical light waves having phase difference phi propagate in the same direction when they are superimposed, the intensity of the resultant wave is proportional to. For the same intensity of the wave, we add superimpose the resultant intensity in the that is proportional to cos square phi by 2. The resultant intensity of the formula is I is equal to I0 cos square phi by 2. For a propagator in the same direction, so intensity proportional to cos square phi by 2. Second option is correct. നമ്മൾ രണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് രണ്ട് വേവ് എടുത്താൽ ഫസ്റ്റ് വേവിൻ്റെ I1 സെക്കൻഡ് വേവിൻ്റെ I2 I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 ആയിരിക്കും 2 cos phi. ഇതാണ് ഇൻറ്റൻസിറ്റി I1 പ്ലസ് I2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 I2 cos phi. അപ്പോൾ സെയിം ആകുമ്പോൾ I1 I2 സെയിം ആയിട്ട് വരും, അഗൈൻ I1 I2 സെയിം ആയിട്ട് വരും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് I0 cos square phi by 2 എന്ന് പറയുന്നത്. Next question, in the case of light waves from two coherent sources, S1 S2, there will be a constructive interference at an arbitrary point P if the path difference. അറിയാം, ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവണമെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് മൾട്ടിപ്പിൾ ഓഫ് n ലാംഡ ആയിരിക്കും. n ലാംഡയാണ് കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേവിൻ്റെ ക്രസ്റ്റിൻ്റെ പുറത്തായിരിക്കും അടുത്ത വേവിൻ്റെ ക്രസ്റ്റ് വരുന്നത്, ട്രഫിൻ്റെ പുറത്ത് അടുത്ത വേവിൻ്റെ ട്രഫ് വരുമ്പം റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആയിട്ട് വരുന്ന കണ്ടീഷനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസ് ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് m ലാംഡ ആയിരിക്കണം. അതേസമയം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n+1 ഇൻറ്റു ലാംഡ ബൈ 2. n+1 ലാംഡ ബൈ 2 അല്ലെങ്കിൽ സിമ്പിളായിട്ട് പഠിച്ചുകൊണ്ടായിരിക്കുന്നത് 2n+1 ലാംഡ ബൈ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത്. ഇതാണ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പാത്ത് ഡിഫറൻസ് ഷുഡ് ബി n ലാംഡ, ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് 2n+1 ലാംഡ ബൈ 2. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൻ്റെ പുറത്ത് വരും, ഇൻറ്റൻസിറ്റി മാക്സിമം, ഇതൊരു സൂപ്പർ പൊസിഷനാണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൻ്റെ പുറത്ത് ട്രഫ് വരും, അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയി പോകും, ഇങ്ങനെ വരുന്നത് തിരിച്ചിങ്ങനെ വരാം. ദിസ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. Next, in a YD Young's double slit experiment, a light of wavelength of 500 nanometer falls on it. The slit separation is 2 mm or distance between the plane of the slit and screen is 2 mm. Then find a distance at the point on the screen from the central maximum. The intensity becomes 50% of central maxima. നമുക്കറിയാം 2 വേവ് ആണ്, സോ ഇൻറ്റൻസിറ്റി I0 cos square phi by 2. പറയുന്നുണ്ട് സെൻട്രൽ മാക്സിമത്തിൻ്റെ ഹാഫ് ഇൻറ്റൻസിറ്റി ഉണ്ടാകണം. I0 ആണ് ഇൻറ്റൻസിറ്റി ഓഫ് സെൻട്രൽ മാക്സിമ, ഹാഫ് എന്ന് വെച്ചാൽ I0 by 2. അപ്പോൾ ഇവിടെ ഐയുടെ പ്ലേസിൽ I0 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos phi by 2 1/√2 എന്ന് കിട്ടും, നമുക്ക് phi = pi by 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എടുത്താൽ മതി, ആ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ബട്ട് ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ ദി സ്ക്രീൻ ഫ്രം ദി സെൻട്രൽ മാക്സിമം. അങ്ങനെയാണെങ്കിൽ Δx = ലാംഡ ബൈ 4. ഇവിടെ phi എന്ന് പറയുന്നത് pi by 2 ആണ്, ഫേസ് ഡിഫറൻസ് pi by 2. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാത്ത് ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുക. നമുക്കറിയാം ഫേസ് ഡിഫറൻസ് pi by 2 ആണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് is equal to 2pi by lambda into path difference. So path difference lambda x is equal to delta x കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് കൂടി മൾട്ടിപ്ലൈ കൊടുത്താൽ മതി. ഡെൽറ്റ phi lambda by 2. phi എന്ന് പറയുന്നത് കിട്ടി pi by 2 എന്ന് കിട്ടി, 2 lambda ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് lambda by 4 എന്ന് കിട്ടും. സോ ബീറ്റ എന്ന് പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്താണ്. സോ ലാംഡ ബൈ 4 ലാംഡ പ്രപ്പോർഷണൽ ടു ബീറ്റ. സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി ഇവിടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഡെൽറ്റ എക്സ് ലാംഡ ബൈ 4 വരും. സോ ലാംഡ പ്രപ്പോർഷണൽ ടു ബീറ്റ, then it becomes ബീറ്റ ബൈ 4 വരും. ബീറ്റ എന്ന് പറഞ്ഞാൽ ലാംഡ ഡി ബൈ ഡി. സോ ബീറ്റ ബൈ 4 ലാംഡ ഡി ബൈ 4d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 125 × 10⁻⁻6. Last question, two slits are separated by a distance of 0.5 mm and illuminated with a light of wavelength lambda 6000 Armstrong. If the screen is placed at 2.5 meter from the slit, distance of the third bright fringe from the center will be. അപ്പോൾ ഇവിടെ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 1 തേർഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇക്വേഷൻ ആണ് xn is equal to n ലാംഡ ഡി ബൈ ഡി. n എന്ന് പറയുന്നതൊക്കെ
എത്രാമത്തെ ഓർഡറാണ് ഫ്രിഡ്ജ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? തേർഡ് ഓർഡറാണ്. സോ n is equal to 3. ലാംഡ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. d എന്ന് പറയുന്നത് ഇതാണ് സെപ്പറേഷൻ തന്നിരിക്കുന്നത് എത്രയാണ്? 2.5 മീറ്റർ ആണ്. സോ മീൻസ് പ്ലേസ്ഡ് ഡിസ്റ്റൻസ്. കാര്യം ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇത് സ്ക്രീനാണ്, ഇത് സോഴ്സ് ആണ്, ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് d എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ d. സ്മോൾ ലെറ്റർ d എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി സ്ലിറ്റ് ആണ്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ d. സോ അത്രയും ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദി nth order ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദി സെൻട്രൽ മാക്സിമം xn equal to n lambda d by d. അപ്പം നേടും 3 കിട്ടും. അടുത്ത ദിവസം നെക്സ്റ്റ് W6 എക്സ്പെരിമെന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു സോഴ്സസ് ഈ 0.1 മീറ്റർ. ദ ഡിസ്റ്റൻസ് ഓഫ് ദി സ്ക്രീൻ ഫ്രം ദി സോഴ്സ് ഈസ് 20. വേവ്ലെങ്ത് ഓഫ് ദി ലൈറ്റ് ഈസ് 5400 ഓംസ്. ആംഗുലാർ പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആണ്. അപ്പോൾ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവണമെങ്കിൽ x is equal to 2n minus 1 lambda by 2 d by d ആണ്. ഫസ്റ്റ് ഡാർക്ക് ആകുമ്പോൾ n is equal to 1 ആവും. സോ ബിക്കംസ് lambda by 2 d by d എന്ന് കിട്ടും. സോ x കിട്ടിയാൽ ആംഗുലാർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ is equal to x by d ആണ്. അപ്പോൾ നമ്മൾ ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ ബൈ 2d ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആംഗുലാർ എന്ന് പറയുന്നതാണ് നമ്മളിങ്ങനെ, ഇതിന് നമ്മൾ പറയുന്നത് ലീനിയർ വിഡ്ത്ത് ഉണ്ട്. ലീനിയർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഉണ്ട്. അതേപോലെ ഈ ആംഗുലാർ വിഡ്ത്ത് ഉണ്ട്. ഈ ആംഗുലാർ വിഡ്ത്താണ് നമ്മൾ തീറ്റ എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആംഗുലാർ വിഡ്ത്ത് തീറ്റ ബൈ ടി, ആർക്ക് ബൈ റേഡിയസ് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ പറയാം ലാംഡ 2 ബൈ ഡി ബൈ ഡി. എക്സ് എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്യാൻസൽ ആയിപ്പോട്ട് ലാംഡ ബൈ 2d എന്ന് കിട്ടും. അതിന് നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. Multiplied with 180 by pi. Okay, so 0.16, second option is correct. The density ratio of maximum and minimum in an interference pattern produced by two coherent sources of light is 9:1. The intensity is used, light sources are the ratio. So maximum and minimum intensity ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ a plus b the whole square by a minus b the whole square ആണ്. എയും ബി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആണ്. ഫസ്റ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A, സെക്കൻഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ബി ആണെങ്കിൽ മാക്സിമം ടു മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ a plus b whole square by a minus b whole square ഈക്വൽ 9/1. സോ റൂട്ട് മാറ്റുമ്പോൾ 3/1 എന്ന് വരും. ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് a plus b by a minus b ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ a ഈക്വൽ ടു 2b എന്ന് കിട്ടും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ വരുമ്പോഴത്തേക്ക്. അപ്പം സോ ഇൻറ്റൻസിറ്റി യൂസ് ഇൻ ദി ലൈറ്റ് സോഴ്സ് അഗൈൻ ബൈ I2 സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് a square by b square ആണ്. a square by b square എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഏടെ സ്ഥാനത്ത് 2b കൊടുക്കുക. 2b square by b square is equal to 4/1. 4:1 എന്ന് കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ പുറത്താൽ മതി. മാക്സിമം ടു മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് a plus b whole square by a minus b whole square ആയിരിക്കും. As interference fringes are produced on a screen by using two light source of intensities I and Ni. Phase difference between the beam is π/2 at a point P and pi at the point Q on the screen. The difference between the resultant intensity at P and Q. Intensity ഫോർമുല ഞാൻ പറഞ്ഞ റിസൾട്ട് ഇൻറ്റൻസിറ്റി IR ഈക്വൽ I1 plus I2 plus 2 root of I1 I2 cos I. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇൻറ്റൻസിറ്റി I and I, I1 I2 I. ഫേസ് ഡിഫറൻസ് പിയിൽ π/2 ക്യൂവിൻ്റെ പൈ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I plus I plus 2 root of I into I cos π/2. ഇൻറ്റൻസിറ്റി ആയിട്ട് പി കിട്ടും 10I എന്ന് കിട്ടും. അതേപോലെ ക്യൂവിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം. അഗൈൻ I plus 2 into അവിടെ ഫേസ് പൈ ആണ് 4I എന്ന് കിട്ടും. ഡിഫറൻസ് എടുക്കുമ്പോൾ 10I minus 4I = 6I. ഈ ഫോർമുല ഓർത്താൽ മതി. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഒരു സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് I1 plus I2 plus 2 root of I1 I2 cos I എന്നുള്ളതാണ്. അപ്പോൾ I1 I2 തന്നിട്ടുണ്ട്, ഫേസ് തന്നിട്ടുണ്ട്, പിയിലും ക്യൂവിലും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിയിലും ക്യൂവിലും ഇൻറ്റൻസിറ്റി സെയിം ആണ് I and I, ബട്ട് ഫേസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫേസ് π/2, ഇവിടെ ഫേസ് പൈ എന്ന് വരും. ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിഫറൻസ് ഓഫ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6I. Next question 2. Slit in the W6 experiment, within the ratio 1:25. The ratio of intensity is at maxima and minima in the interference pattern. I max by I minimum is. ഇവിടെ സ്ലിറ്റ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് ഇതാണ്. ഇതിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 1:25 ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു slit width, then intensity also proportional to square of the intensity. So I1 by 2 equal to W1 by W2 is equal to A1 square by A2 square. But W1 by W2 1/25, that is A1 square by A2 square 1/25. അപ്പോൾ നമുക്ക് ഇവിടുന്ന് A1 by A2 എന്ന് പറയുന്നത് 1/5 എന്ന് കിട്ടും. അപ്പോൾ I max by I minimum നമുക്കറിയാം A1 plus A2 whole square by A1 minus A2 whole square. അപ്പോൾ ഇവിടുന്ന് A1ൻ്റെ A2ൻ്റെ വാല്യൂ കിട്ടിയാൽ A1 plus A2 divided by A1 minus A2 കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി. A1 plus A2 whole square divided by A1 minus A2 whole square. A1 പറയാം, A2 പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ
9/4 എന്ന് കിട്ടും. തേർഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദി സ്ക്രീൻ വേർ പാത്ത് ഡിഫറൻസ് ഇസ് ലാംഡ ഇസ് k. Intensity at the point where the path difference is λ/4 will be. അപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസിൽ പാത്ത് ഡിഫറൻസ് ലാംഡ വരുന്ന പോയിന്റ് ഇന്റൻസിറ്റി k ആണ്. നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. സോ 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π എന്ന് കിട്ടും. സോ ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് 4I0 cos square 5/2. 4I0 cos square 5 എന്ന് പറയുന്നത് 2π/2, that is 4I0. അതാണ് k എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ what is the intensity at the point where path difference is λ/4? So phi is equal to 2π/λ path difference. Here path difference is λ/4. Cancel ആകുമ്പോൾ 5/2 എന്ന് കിട്ടും. Intensity 4I0 cos square 5/2. Phi is 5/2. 5/2/2 π/4. 2I0 എന്ന് കിട്ടും. Here it is 4I0 2I0. ഇത് k ആണെങ്കിൽ ഇത് k/2 ആയിരിക്കും. So answer is k/2. Third option. Yes, the ratio resolving power of an optical microscope for two wavelength λ1 and λ2. Revolving power of an optical instrument 2 mu sin theta by lambda mu refractive index λ1 തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ λ2 തന്നിട്ടുണ്ട് 6000. ഇത് രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ട് rp1/rp2 3/2 എന്ന് കിട്ടും. So second option is correct. Next one, for what distance is ray optics is good approximation and the aperture is 4 mm and the wavelength of light is 40 nanometer. അപ്പോൾ വേവ്ലെങ്ത് നമ്മൾ റേ ഒപ്റ്റിക്സ് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഫ്രണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അതാണ് ഫ്രണ്ടൽ ഡിസ്റ്റൻസ് ZF എന്ന് പറയും. a²/λ എന്ന് പറയുന്നത് അപ്പർച്ചർ സൈസ് ആണ്. λ എന്നൊരു വേവ് ലെങ്ത് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഫ്രണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ആൻസർ 40 മീറ്റർ.